ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിജി റേജി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊമ്പഴ സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ജൂലൈ 22-ാം തീയതിയാണ്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഹസ്ബൻഡ് സമ്മതിക്കാത്ത കാരണം ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി സമയം എനിക്കിവിടെ പ്രാർത്ഥിക്കാനായിട്ട് കിട്ടിയ കാരണം ഞാനിവിടെ ആരാധനയുടെ എഴുന്നള്ളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് എല്ലാവരും മാതാവിനെ എഴുന്നള്ളിച്ച് പോകണ കാണുമ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭർത്താവിൽ മാതാവിനോടുള്ള ആഴമേറിയ വിശ്വാസം വളരണമെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിനൊരു ജോലിയായിരുന്നു. കാരണം ആൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി 10 മാസമായിട്ട് ജോലിയൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എൻ്റെ ഹസ്ബൻഡിനെ ഒരു തൊഴിൽ മാർഗം കാണിച്ചു തരണേ, അപ്പോൾ ആൾക്ക് വിശ്വാസം ഉണ്ടാകും മാതാവിനോട്, അപ്പോൾ എന്നെ ഉടമ്പടി എടുക്കാൻ വിടും എന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് കോളുകൾ വരികയാണ്, ഇങ്ങനെ ഹരിയാനയിൽ പോകാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ആരെ വിളിക്കണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഹരിയാനയിൽ നിന്ന് ഇങ്ങനെ പോത്തുംകുട്ടികളെ എടുത്തു കൊടുക്കണം എന്നിങ്ങനെ ഓർഡർ പറയണതാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ 2021 ആൾ പോയി ഹരിയാനയിൽ പോയി കുറച്ച് പോത്തുകുട്ടികളെ എടുത്ത് വന്നിട്ട് കുറച്ച് നഷ്ടമൊക്കെ വന്നതായിരുന്നു. അപ്പോൾ വീണ്ടും ആ മേഖലയിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത് ഓർത്തപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞ ഒരു ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് തോന്നി മാതാവ് കൂടെയുണ്ട്, എന്തായാലും അതിൽ വിജയം വരും എന്ന് തന്നെ വിചാരിച്ച് ഓഗസ്റ്റ് 5-ാം തീയതി അങ്ങനെ ഹസ്ബൻഡ് ഹരിയാനയിൽ പോയി 50 പോത്തുംകുട്ടികളെ 10 ദിവസത്തിനുള്ളിൽ പോയി കൊണ്ടുവന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വിറ്റ് തീർത്തു. അപ്പം അതിലാൾക്ക് ഭയങ്കര വിശ്വാസമായി. ആൾ എല്ലാവരോടും പറഞ്ഞു ഭാര്യ ഇങ്ങനെ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇത് സാധിച്ചത്, പിന്നെ നിങ്ങളെല്ലാവരും പോകണം, നിങ്ങൾക്ക് വണ്ടിക്കൂലി വേണമെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ സമ്മതിച്ച് എനിക്ക് ഞാനിവിടെ സെപ്റ്റംബർ 16-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ചേച്ചിക്ക് പിത്തസഞ്ചിയിൽ ഒരു സ്ലറി അടിഞ്ഞു കൂടിയിട്ട് പിത്തസഞ്ചി റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല, ഞാൻ ഇത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടിയിട്ട്. 27-ാം തീയതി എന്നെ അവൾ വിളിച്ചിട്ട് പറയാം, ഓപ്പറേഷന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് എന്നോട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയാണ് ഈ പിത്തസഞ്ചിയിൽ യാതൊരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ ഇത് റിമൂവ് ചെയ്യണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായില്ലായിരുന്നു, പക്ഷേ അതൊരു അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ സാധാരണ ഒരു സ്ത്രീ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് അത്. വളരെയധികം എനിക്ക് മാനസികമായിട്ട് എൻ്റെ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, അതേപോലെയായിരുന്നു. പിന്നെ ഹസ്ബൻഡ് വീണ്ടും ഓർഡറൊക്കെ കിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 3-ാമത്തെ പ്രാവശ്യം ആൾ പോണ സമയത്ത് അങ്ങനെ ഞാനാണെങ്കിൽ കാലത്ത് 5 മണിക്ക് എണീക്കും, കൊന്ത ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ജോലികൾ തന്നെ തുടങ്ങുക. അപ്പം പറയും നിനക്ക് ഏത് നേരം ഇങ്ങനെ പ്രാർത്ഥനയാണോ എന്നങ്ങനെ ചോദിച്ചിട്ടാണ് ഈ 3-ാമത് ലോഡ് എടുക്കാൻ പോണത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായി. ഇത്രയധികം നന്ദി നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ആ പ്രാവശ്യം പോയിട്ട് ആൾക്ക് മൊത്തം തടസ്സങ്ങളായിരുന്നു. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ലോഡും കൊണ്ട് വന്നിട്ട് അത് വിൽക്കാൻ സാധിച്ചില്ല, കുറച്ച് പ്രശ്നങ്ങളായി. അങ്ങനെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ നേരെ ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ എൻ്റെ കൺമുന്നിൽ കാണാണ് ചെറിയൊരു ഹോള്, അതിനുള്ളിൽ കൂടി 22 എന്നൊരു സംഖ്യ ഞാൻ കാണാണ്. അപ്പോൾ ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡേറ്റ് മാതാവ് കാണിച്ചു എന്നുള്ളതല്ല ഞാൻ സാക്ഷ്യത്തിൽ കേട്ടതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒക്ടോബർ 22-ന് ചിലപ്പോൾ ഇത് ലോഡ് വിൽക്കുമായിരിക്കും, അതായിരിക്കും കാണുന്നുണ്ടാവുക എന്നുള്ളത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. പക്ഷേ ഒക്ടോബർ 22 എന്നെ ലോഡ് വിറ്റില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നീയല്ലേ 22 എന്ന് പറഞ്ഞേ എന്നിട്ട് വിറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ, ഇനി ഇതിനൊരു വിൽപ്പനയുണ്ടെങ്കിൽ അത് 22 എന്നൊരു ഡേറ്റിന് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നവംബർ 21-ാം തീയതി കടുത്ത പനിയായിട്ട് എനിക്ക് തീരെ വയ്യ. ഞാൻ അമ്മ എനിക്ക് തീരെ പറ്റണില്ല, ഇത് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം എന്ന് പറഞ്ഞൊരു 12 സമയത്ത് ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്, ഈ ലോഡ് എത്രയും വേഗം തന്നെ കയറ്റി വിടണം കൊല്ലത്തേക്ക്. അങ്ങനെ ഹസ്ബൻഡ് വണ്ടി അന്വേഷിച്ച് എന്ത് ചെയ്താൽ കിട്ടണില്ല, വണ്ടികളെല്ലാം അന്നത്തേക്കില്ല, 22-ാം തീയതിക്കാണുള്ളത്. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്ന ആ 22 എന്ന ഡേറ്റിന് തന്നെ ആ ലോഡ് വിൽക്കാൻ സാധിച്ചു. ഹസ്ബൻഡിനോടൊപ്പം ഞാൻ അത്രയും ഇതായിട്ട് പറഞ്ഞു എന്തായി മാതാവ് എനിക്ക് ഡേറ്റ് കാണിച്ചു തന്നിട്ട് അത് വെറുതെ ആയില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ കടയിൽ പോയിട്ട് ഞാൻ ബസ് ഇറങ്ങി ഞാൻ നടക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ബസ് മുന്നോട്ട് എടുത്തു. പക്ഷേ ആ ബസ്സിൻ്റെ പുറകിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോയിട്ട് അയാൾ ഡോർ അടച്ചിട്ടുണ്ടായില്ലായിരുന്നു. ഒറ്റ സെക്കൻഡ് മാതാവ് എന്നെ ആ നിമിഷം എൻ്റെ മുഖം തിരിച്ചില്ലായിരുന്നെങ്കിൽ ആ ഡോർ വന്ന് ഇടിച്ച് ഞാൻ താഴെ വീണ് പോയ ഡിവൈഡറിലും ബസ്സിൻ്റെ ഇടയിലായിട്ടുള്ള സ്ഥലത്ത് ഞാൻ വീണ് പോയേനെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് ലഭിച്ചു. പിന്നെ
കുടുംബ പ്രാർത്ഥന ഒരു ദിവസം ഞാൻ ചൊല്ലിക്കൊണ്ട് ഇരുന്ന കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ എനിക്ക് തോന്നണതാണോ എന്ന് ആലോചിച്ച് ഞാൻ മൂത്ത മകളെ വിളിച്ചു. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, ഉണ്ട് മമ്മി, നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ പിറ്റേ ദിവസമാണ് അവൾക്ക് 2 എക്സാമാണ്, ഡിഗ്രി 2 ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടമ്പടിയുടെ ഈ കാശുരൂപം ഞാൻ അവളെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, നീ നന്നായി പ്രാർത്ഥിച്ചു, പരീക്ഷ എഴുതിക്കോ. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മമ്മി നല്ല എളുപ്പമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു അവൾക്ക്. 40-ൽ 38 മാർക്ക്. ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ് 2 എണ്ണത്തിൽ 40-ൽ 38, 39 മാർക്ക്. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ മക്കൾക്ക് ഏതൊരു ബുദ്ധിമുട്ടുള്ളത് വന്നാലും അവരപ്പം പറയും, മമ്മി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും മമ്മി എന്ന് പറയും. അതുപോലെ എൻ്റെ മകന് സംസ്കൃത സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ പോയിട്ട് ഉപജില്ലാ തലത്തിൽ അവനും കാശുരൂപം കൊടുത്തിട്ടാണ് ഞാൻ വിടുന്നത്. ഉപജില്ലാ തലത്തിൽ 7ാം സ്ഥാനം ലഭിച്ചു. അതും എൻ്റെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഈ കൊന്തമാസത്തിൽ ഒക്ടോബർ ലാസ്റ്റ് സമയത്ത് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് കാസിയും പീലാസിയും ഉയർത്തുന്ന സമയത്ത് ജോസഫച്ചനെയാണ് ഞാൻ കണ്ണടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, എന്താ ഇത് ഇങ്ങനെ അച്ഛനെ കാണാനായിട്ടുള്ളൊരു ഇതായിരിക്കും തോന്നണേന്ന് ഓർത്ത് ഡിസംബർ 16-ാം തീയതി ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ എടുക്കാൻ വേണ്ടി നിന്നു. അപ്പം എനിക്കാണെങ്കിൽ 1-2 രോഗങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ, യൂട്രസിൽ ഫൈബ്രോയിഡ്, അങ്ങനെ ഒത്തിരി രോഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ടോക്കൺ തരണത് യൂട്രസിലെ ഫൈബ്രോയിഡിൻ്റെ ഇതിനാണ് അച്ഛനെ കാണാൻ ടോക്കൺ തരണേന്ന്. ആ ടോക്കണും കൊണ്ട് ഞാനിവിടെ വന്ന് അച്ഛൻ എൻ്റെ തലയിൽ പ്രാർത്ഥിച്ച് സൈത്ത് നെറ്റിയിൽ കുരിശ് വരച്ചു. പക്ഷെ എൻ്റെ 2 ചെന്നിയിലും അച്ഛൻ സൈത്ത് പൂശി തന്നു. എനിക്ക് മൈഗ്രെയിൻ്റെ വലിയ കടുത്ത തലവേദനയായിരുന്നു. മുടി കൊഴിച്ചിലും തല കുളിക്കാനും ഒന്നും സാധിക്കില്ലായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അച്ഛൻ എൻ്റെ രോഗസൗഖ്യത്തിന് മാധ്യസ്ഥം വഹിച്ചതിന് അവന് ഒത്തിരി നന്ദി പറയുന്നു. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാരന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ 1-2 ഓൾഡ് ഏജ് ഹോമിൽ പോയി. അവർക്ക് ഞാനും എൻ്റെ റിലേഷനിൽ പെട്ട 1-2 ചേച്ചിമാർ, ഉടമ്പടി എടുത്ത് ചേച്ചിമാർ കൂടി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പൊതിച്ചോറ് കൊണ്ടുപോയിട്ട് ഞാൻ പുത്തമ്പള്ളിയുടെ സമീപത്തുള്ള അവർക്കെല്ലാം അവിടെ ഭിക്ഷയാച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ചെറിയ സഹായങ്ങളൊക്കെ ആയിട്ട് ഞാൻ എല്ലാവർക്കും കാരുണ്യപ്രവൃത്തികൾ അങ്ങനെ ചെയ്യണു. പിന്നെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ ഞാൻ വായിച്ചു. പുതിയ നിയമം ഞാൻ വീണ്ടും പകുതിയായി വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ബൈബിൾ ഞാൻ വായിക്കുന്നത്. പിന്നെ പള്ളിയിലായാലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സാധിക്കുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, അച്ഛൻ്റെ ധ്യാനം കൂടും. ഓരോ ധ്യാനങ്ങളും നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വിഷമതയിൽ പെടണോ അതിനുള്ള ഉത്തരം, അതാണ് അച്ഛൻ്റെ ധ്യാനം. അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കൂടുകയെന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒത്തിരി നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈശോ കാറ്റ് വന്നപ്പോൾ ഭയപ്പെട്ട്, ഈശോ കൂടെ ഉണ്ടായിട്ടും കാറ്റ് വന്നപ്പോൾ ഭയപ്പെട്ട് പത്രോസ്ലീഹ വെള്ളത്തിൽ വീണു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരും. പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കരം പിടിക്കാൻ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിൽ വേണം. നമ്മൾ ഉടമ്പടി എടുത്താൽ മാത്രം പോരാ, കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ ഈശോയുടെ നല്ല സാക്ഷികളായിട്ട് മാറുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഒപ്പം സാക്ഷ്യം പറയാനും ആരും മറക്കരുത്. കാരണം ഞാൻ ഈ സാക്ഷ്യം ഡിസംബർ 16-ാം തീയതി പറയേണ്ടതായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞില്ല, എനിക്ക് ചില കാരണം കൊണ്ട് പറയാൻ സാധിച്ചില്ല. പക്ഷേ നിങ്ങളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ അനുഗ്രഹങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ അതിന് സാക്ഷ്യം പറയാൻ നമ്മൾ മടി കാണിക്കരുത്. ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. 22 എന്നുള്ളൊരു ഡേറ്റ് പ്രാർത്ഥനയിൽ മാതാവ് തോന്നിപ്പിച്ചെന്നുള്ളതും, പിന്നെ സാക്ഷ്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഡേറ്റ് പ്രാർത്ഥനയിൽ ഉടമ്പടിയിലിരിക്കുന്ന ഒരാൾ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഡേറ്റ് കാണുന്നത് ഉടമ്പടിയുടെ ഒരു വലിയൊരു പ്രത്യേകത ആയിട്ടും ഒരു യുണീക്കായിട്ടുള്ളൊരു ഇതായിട്ട് സാക്ഷ്യങ്ങൾ കേട്ടൊരു അറിവുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റും സമയവുമെല്ലാം നമ്മളെപ്പോഴും വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഡിസംബർ 7, 2004, 2:30 എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധ അമ്മ ഈ അൾത്താരിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ സമയമാണ് ഇതിലെ ഏറ്റവും, ഇപ്പോൾ ഈ പ്രത്യക്ഷീകരണത്തിന് ഏറ്റവും യുണീക്കായിട്ടുള്ള മറ്റുള്ള സഭയിലെ നടന്നിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്വവുമായിട്ട് അതിൻ്റെ സമയമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാലാവസാനമായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ സഭ പഠിക്കേണ്ടിയിരിക്കേണ്ട വലിയ സബ്ജക്റ്റുകളാണ്. അപ്പം ഒരു വ്യക്തി ഉടമ്പടിയിൽ ഈ പരിശുദ്ധ അമ്മയെ ചേർത്ത് വെച്ച് ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്
ഇതുപോലെ പ്രാർത്ഥനയിൽ ഡേറ്റ് കാണുക, സമയം തെളിയുക, പക്ഷെ അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുകയും കൂടി ചെയ്യുമ്പോഴാണ് ഈ ഒരു പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് നമ്മളതിനെ വായിച്ചെടുക്കുന്നത്. അല്ലാതെ ഡേറ്റും സാക്ഷിയും ഇവിടെ പ്രത്യക്ഷീകരണം തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ എപ്പോഴും അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ഒരു ഡേറ്റിൻ്റെ കാര്യം. രണ്ടാമത്തേത് മക്കളുടെ സൗഖ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതായിട്ട് പറയുന്നു. അപ്പം ബൈബിൾ വായിക്കാൻ വല്ലാത്തൊരു ആവേശമുണ്ടായെന്നൊരു വാക്കാണ് പറഞ്ഞത്. അതും ഒരു ആത്മീയമായിട്ടൊരു വളർച്ചയുടെ ഭാഗമാണ്. ഒരു ബൈബിളിനോടുള്ള ആവേശമെന്ന് പറയുന്നത് ഈശോയെ അറിയുവാനായിട്ടുള്ളൊരു ആവേശമാണ്. അത് ദൈവസ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടാണ് നമ്മളതിനെ വായിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ, വചനം വായിക്കുവാൻ, വ്യക്തമായ അനുഭവത്തോടു കൂടി കൊണ്ടുചെന്ന് നിർത്തുവാനായിട്ട് ഉടമ്പടിക്ക് സാധിക്കുന്നുവെങ്കിൽ അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം ഉടമ്പടി എടുത്ത് നമ്മളാരും മറക്കരുത്. കാരണം ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വെക്കുന്നതും മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ്. ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ദൈവം നൽകിയ ഈ അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് നൽകിയ ആത്മീയമായ ഉണർവിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.